ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് നോയമ്പിന്റെ 48-ാം ദിനം, ദുഃഖവെള്ളി. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ക്രിസ്തുവിന്റെ വീണ്ടെടുക്കുന്ന കഷ്ടാനുഭവവും മരണവും. ഇന്ന് നമുക്ക് ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ദുഃഖവെള്ളി, നിന്ദ്യമായ കുരിശിനെ യേശു ത്യാഗത്തിന്റെ ഉറവിടമാക്കി തീർത്ത ദിനം. കർത്താവിന്റെ ക്രൂശ് മരണം നൊമ്പരത്തിന്റെയും പീഡകളുടെയും ചിത്രമാണ് നമുക്ക് നൽകുന്നത്. എങ്കിലും അവ വഴിതെളിക്കുന്നത് നിത്യമായ സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കുമാണ്. ഭൂമിയെ ഇരുട്ടുമൂടിയ യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ വേദനാജനകമായ വിവരണത്തിലേക്കാണ് ഈ വേദഭാഗം നമ്മെ നയിക്കുന്നത്. കർത്താവിന്റെ ശാരീരികമായ വേദനയെക്കാളും ആത്മീകമായി അവൻ സഹിച്ച വേദനകളാണ് ഇവിടെ പ്രസിദ്ധമാക്കുന്നത്. അതിൽ ഒന്നാമതായി മനുഷ്യപാപത്തിന്റെ നൊമ്പരം, പെയിൻ ഓഫ് ഹ്യൂമൻ സിൻ. ലോകത്തിന്റെ പാപം മോചിക്കുന്നതിനായി സ്വയം ശിക്ഷ ഏറ്റെടുക്കുന്ന ലോകരക്ഷകനെയാണ് നാം ഇവിടെ കാണുന്നത്. നിലവിളികൾക്ക് എന്നും കാതോർക്കുന്ന നമ്മുടെ കർത്താവ് ക്രൂശിൽ നിലവിളിക്കുന്നത് നമുക്ക് കാണാം. ഇതിന്റെ 46-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഏലി ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. സങ്കീർത്തനങ്ങൾ 22-ന്റെ ആരംഭത്തിലും നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എന്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെ അകന്നു നിൽക്കുന്നതും എന്ത്. നിലവിളികൾ എപ്പോഴും പ്രതിസന്ധികളുടെ പ്രതീകമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴേ നിലവിളിക്കാറുള്ളൂ. ദൈവത്തോടുള്ള നിലവിളികളുടെ മറുപടികളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളും. നമ്മുടെ പാപങ്ങൾ യേശു മോചിച്ച് നമുക്ക് രക്ഷ നേടിത്തരണമെങ്കിൽ അവൻ ഇപ്രകാരം ശിക്ഷ ഏറ്റെടുക്കണമായിരുന്നു. പാപികളായ നമുക്ക് വേണ്ടി നിലവിളിച്ച് ക്രിസ്തുവിന്റെ നൊമ്പരം ശമിക്കുന്നത് നാം അവനിലൂടെ രക്ഷയുടെ അനുഭവത്തിൽ കടക്കുമ്പോഴാണ്. രണ്ടാമതായി പരിത്യാഗത്തിന്റെ നൊമ്പരം, പെയിൻ ഓഫ് അബാൻഡൻമെന്റ്. സഹനങ്ങളിലെ ദൈവസാന്നിധ്യം തിരിച്ചറിയേണ്ട ഇടമാണ് ക്രൂശ്. കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന സങ്കല്പം യേശു ഇവിടെ തിരുത്തി കുറിക്കുന്നു. വേദനകളിലൂടെ കർത്താവ് കുരിശിനെ ആത്മസമർപ്പണത്തിന്റെ ബലിപീഠമാക്കി മാറ്റിയതായി നമുക്ക് കാണാം. യേശു പ്രാണനെ വിട്ടുകഴിഞ്ഞപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല രണ്ടായി ചീന്തിപ്പോയി എന്ന് നാം ഇവിടെ കാണുന്നു. തിരശ്ശീല എന്നത് ഒന്നിനെ മറ്റൊന്നിൽ നിന്നും മറയ്ക്കുന്നതാണ്. പാപം നിമിത്തം മനുഷ്യനും ദൈവവുമായുള്ള വേർപിരിയലിനെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ തിരശ്ശീല കീറുന്നതിലൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള തടസ്സം നീങ്ങുന്നതായി നമുക്ക് കാണാം. ദൈവവുമായുള്ള മനുഷ്യന്റെ നേരിട്ടും വ്യക്തിപരവുമായുള്ള ബന്ധത്തെയാണ് ഇവിടെ പ്രസിദ്ധമാക്കുന്നത്. മൂന്നാമതായി സ്നേഹത്തിന്റെ നൊമ്പരം, പെയിൻ ഓഫ് ലവ്. സ്നേഹം കുരിശിലേറിയ ദിവസമാണ് ഈ വലിയ വെള്ളിയാഴ്ച. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകളുടെയും പ്രബോധനങ്ങളുടെയും കേന്ദ്രബിന്ദു സ്നേഹമായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമ്മളെ പഠിപ്പിച്ച കർത്താവ് ഈ ലോകത്തോടുള്ള തന്റെ സ്നേഹത്തിനു മറുവിലയായി നമുക്ക് തന്നത് സ്വന്തം ജീവനെയാണ്. അവനെ ശുശ്രൂഷിച്ച സ്ത്രീകളിൽ ചിലർ അവന്റെ ക്രൂശിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നേരിടുമ്പോഴും ക്രിസ്തുവിനോട് വിശ്വസ്തരായി നിലകൊള്ളുവാനുള്ള ആഹ്വാനമാണ് അവരുടെ പ്രതിബദ്ധത നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് യഥാർത്ഥ സ്നേഹം. നമ്മെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ദൈവത്തിനു മാത്രമേ നമുക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ആഹ്വാനമാണ് ഈ ക്രൂശ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും പലവിധ നൊമ്പരങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം തളർന്നു പോകാതെ അവയെ വിശ്വാസത്താൽ മറികടക്കുവാനും രക്ഷ പ്രാപിക്കുവാനും നമുക്ക് സാധ്യമാകണം. നമ്മുടെ നൊമ്പരങ്ങളിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം പീഡകളുടെ ദുഃഖവെള്ളിൽ അവസാനിക്കാതെ നമ്മുടെ കർത്താവായ രക്ഷിതാവിനെ സ്വീകരിക്കുന്നതിലൂടെ വീണ്ടെടുപ്പിന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയുടെയും നിത്യജീവന്റെയും വാഗ്ദത്തം നമുക്ക് ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവറി ക്രൂശിൽ ഞങ്ങളുടെ പാപങ്ങൾക്കായി സ്വയം വേദന ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സ്നേഹം നൽകിയ കർത്താവെ, സഹന വഴികളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ ആ ക്രൂശിലേക്ക് നോക്കി യാത്ര ചെയ്യുവാനും ആ നിത്യമായ രക്ഷ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഉയർപ്പിന്റെ പ്രത്യാശയിൽ ഓരോ ദിവസവും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.